كذلك نجزي المحسنين. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ സമയങ്ങൾ ചെലവഴിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. വരാനിരിക്കുന്നത് അറബി മാസം, അതിൻ്റെ അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ്. ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് അറബി കലണ്ടറിൻ്റെ അവസാനത്തെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തിൻ്റെ അവസാനത്തെ നല്ല രീതിയിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആ ഒരു നോമ്പും പെരുന്നാളും എപ്രകാരമായിരുന്നോ അതിനേക്കാൾ ഉപരി, റമദാനിൻ്റെ നോമ്പും പെരുന്നാളിനേക്കാൾ ഉപരി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ദുൽഹിജ്ജ മാസം, ആ മാസത്തിൻ്റെ പ്രത്യേകതകൾ അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ എടുത്തു പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ജുമുഅ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളുടെ ഏതാനും ചില സംഭവങ്ങൾ മാത്രമാണ് ഞാനും നിങ്ങളും ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളുടെ മീതെ പരീക്ഷണങ്ങൾ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയിലൂടെ, സഹനത്തിലൂടെ, ത്യാഗത്തിലൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, അതിലുപരി വിശ്വാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വിജയം നൽകുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിൽ നിന്നും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തിരിച്ചു വന്ന സമയത്തും പ്രവാചകൻ ഇബ്രാഹിം നബിക്ക് ആ നാട്ടിൽ താമസിക്കാൻ സാധിച്ചില്ല. കാരണം ഇബ്രാഹിം നബിയെ നാട്ടുകാരെ കൊണ്ടോ അവിടുത്തെ രാജാവിനെ കൊണ്ടോ ആ വിശ്വാസത്തിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കാതെ വന്നപ്പോൾ ആ നാട്ടിൽ നിന്ന് പോലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാട് കടത്താൻ വേണ്ടി നാട്ടുകാരെല്ലാം തീരുമാനിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പലായനം ചെയ്യുകയാണ്. അങ്ങനെ പലായനം ചെയ്യുന്ന സമയത്ത് മഹദിയായ സാറാ ബീവി, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറാ ബീവി ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നാട് കടന്ന് ഈജിപ്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരി കണ്ടാൽ സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ ആ രാജാവിന് വല്ലാത്ത ഒരു ഇളക്കമായിരുന്നു. മഹദിയായ സാറാബിയും അപ്രകാരം സുന്ദരിയായിരുന്നു. അള്ളാഹു നൽകിയ സൗന്ദര്യം കൊണ്ട് വളരെ മനോഹരമുള്ള സൗന്ദര്യത്തിന്റെ ഉടമസ്ഥയായിരുന്നു മഹദിയായ സാറാ ബീവി. അങ്ങനെ ആ സാറാ ബീവിയെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയും ആ രാജാവ് മോശമായ രീതിയിൽ സംസാരിച്ച് മഹദിയായ സാറാ ബീവിയുടെ ദേഹത്തേക്ക് കൈവയ്ക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാജാവിന് നൽകിയ ഒരു പരീക്ഷണമുണ്ട്. കൈകൾ ചലിപ്പിക്കാൻ പറ്റാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായ സാറാ ബീവിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരങ്ങൾ ചലിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി. ഒന്നോ രണ്ടോ അല്ല, 3 തവണ ഇതേ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാവിന് നൽകി. കാര്യം ബോധ്യപ്പെട്ടു, ഇത് സാധാരണ സ്ത്രീയല്ല, എന്തോ അമാനുഷ്യമായ കഴിവുള്ള, എന്തോ മഹത്വമുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീക്ക്, സാറാ ബീവിക്ക് ആ രാജാവ് ഒരു സമ്മാനം നൽകുകയാണ്. ആ സമ്മാനമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ 5ാമതായി എടുത്തു പറയുന്ന, കഴിവുള്ളവരുണ്ടെങ്കിൽ അവർ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിർബന്ധമാക്കി തന്ന ആ ഹജ്ജിന്റെ തുടക്കമതാ ആ സമ്മാനത്തിലൂടെ തുടങ്ങുകയാണ്. എന്താണ് ആ സമ്മാനം? സാറാ ബീവിക്ക് എന്തോ അമാനുഷികമായ കഴിവുണ്ട്, സാധാരണ സ്ത്രീയല്ല എന്ന് മനസ്സിലാക്കി
ആ രാജാവ് ഒരു സമ്മാനം കൊടുത്തു. എന്താണ് ആ സമ്മാനം? പറ മനുഷ്യന്മാരെ, എന്താണ് ആ സമ്മാനം? ആരും അറിയില്ലേ? ചരിത്രങ്ങളൊന്നും കേട്ടിട്ടില്ല? എനിക്ക് മുകളിൽ വയസ്സുള്ള എത്രയോ പേരുണ്ട്. ഇബ്രാഹിം നബിയുടെ ഓരോ ദുൽഹജ്ജ് മാസം വരുമ്പോഴും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ആർക്കും അറിയില്ല? ആ സമ്മാനം മറ്റൊന്നുമല്ല, മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ. സാറാ ബീവിക്ക് നൽകിയ സമ്മാനമാണ് മഹദിയായ ഹാജറ ബീവിയെ. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മഹദിയായ സാറാ ബീവി പറയുകയാണ്, അല്ലയോ സയ്യിദേ, അങ്ങ് ഈ ഹാജറയെ വിവാഹം കഴിച്ചാലും. ആരാ പറയുന്നേ? സ്വന്തം ഭാര്യ. ആ ഒരു ഭാര്യയുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്താനങ്ങളില്ലാതെ പോയതിന്റെ പേരിൽ മഹദിയായ സാറാ ബീവി ഇബ്രാഹിം നബിയോട് പറയുകയാണ്, അങ്ങയുടെ തലമുറയെ ഈ ഭൂമുഖത്ത് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് സമ്മാനമായി നൽകിയ ഹാജറയെ അങ്ങ് വിവാഹം കഴിച്ചു ഭാര്യയായി സ്വീകരിക്കണമെന്ന് മഹദിയായ സാറാ ബീവി ഹാജറ ബീവിയെ കരങ്ങളേൽപ്പിക്കുകയാണ്. വർഷങ്ങൾ കാത്തിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ചിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. സന്താനങ്ങളില്ലാത്ത വർഷങ്ങളായി വിവാഹം കഴിച്ച് സന്താന ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് വിഷമിക്കുന്ന ചെറുപ്പക്കാരും കുടുംബങ്ങളുണ്ടെങ്കിൽ കേട്ടുവെച്ചോ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദിനേന അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. നമ്മൾ ചെയ്യേണ്ട ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തണം, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, സദുർത്തരായ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നൽകണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സാറാ ബീവി ഉള്ള കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര താമസിച്ചാൽ പോലും അള്ളാഹു അത് കൃത്യമായ സമയത്ത് നമ്മിലേക്ക് അടുപ്പിച്ചു തരുമെന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെ ചരിത്രം നമുക്ക് പാഠമാണ്. അങ്ങനെ ഹാജറ ബീവിയിൽ നിന്നുമാണ് മഹാനായ ഇസ്ലാമിന്റെ ഉലുഹിയ കർമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരണയ്ക്ക് വേണ്ടി ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കാത്ത് വർഷങ്ങൾ കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജറ ബീവിയിൽ നിന്നും ലഭിച്ച സന്താനത്തെ മഹാനായ ഇസ്മായിൽ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ചെറുപ്പകാലം മുതലേ വിഗ്രഹങ്ങളെ ആരാധിച്ചതിന്റെ പേരിൽ, അതിനെ എതിർത്ത് സംസാരിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നാട്ടുകാരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ, അതും ദൈവങ്ങളല്ല, ഒരാൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും നാട്ടിൽ നിന്നും അവഗണന ലഭിച്ചു. അവസാനം രാജാവിലേക്ക് എത്തി. അവസാന ആ രാജാവിന്റെ സംസാരം കൊണ്ടോ ആ രാജാവിന്റെ അധികാരം കൊണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ അവസാനം അധികാരമോഹം കാരണമായി ആ രാജാവ് മഹാനായ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച് അവസാനം ഹാജറ ബീവിയിൽ നിന്നും വർഷങ്ങളോളം കാത്തിരുന്ന് സന്താന ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ലഭിച്ച ഇസ്മായിൽ എന്ന പൊന്നുമകനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്തോ ഒരു പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവാചകൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഇത്രത്തോളം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകന്മാരുടെ അവരുടെ ഈമാനിനനുസരിച്ച് അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെക്കും പരീക്ഷണം വന്നിട്ടില്ല. കാരണം എന്തേ? നമുക്ക് ഈമാനില്ല. നമുക്ക് പരീക്ഷണങ്ങളെ താങ്ങി നിർത്താനുള്ള ഈമാനികമായ ഒരു ആർജവം
നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ പരീക്ഷണങ്ങൾ നമുക്ക് നൽകാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കാരണമായി അള്ളാഹുവിന് നിമിഷ നേരം അതി പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ കരുണയുള്ളവനാണ്. ആദം സന്തതികൾ എത്ര തെറ്റ് ചെയ്താലും തൗബ ചെയ്യുന്നവനാണ് അവനിൽ ഏറ്റവും ഉത്തമൻ എന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്യേണ്ട സമയങ്ങളാണ് പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഫലമ്മാ ബലഗ മഅഹു സഅയ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം 7 മുതൽ 13 പ്രായം വരെയുള്ള ആ ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബിക്ക് സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനായ ഇസ്മായിൽ നബിയോട് പറയുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടടാ. അന്നീ അദ്ബഉക ഫൻദുർ മാദാ തറാ, പൊന്നുമോനെ, നിന്നെ ബലിയർപ്പിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സഹിക്കാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവരെ. പ്രതീക്ഷിച്ച് അവസാനം ലഭിച്ച കൺമണിയായ മഹാനായ ഇസ്മായിൽ നബിയെ അല്ലാഹുവേ കൂടെ കളിക്കുന്ന പ്രായഘട്ടമാണ്, ഓടി നടക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് പോലും അല്ലാഹ് മഹാനായ ഇബ്രാഹിം നബിക്ക് സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ മകനെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്വപ്നമാണ് ഇത്. സംബന്ധിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് ചോദിക്കുകയാണ്, മോനെ, ഞാൻ സ്വപ്നം കണ്ടടാ നിന്നെ ബലിയർപ്പിക്കുന്നതായി, ഇതിനുള്ള മറുപടി എന്താണെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൊന്നുമോനോട് ചോദിക്കുമ്പോൾ മഹാനായ ഇസ്മായിൽ നബി പറയുകയാണ്, യാ അബത്തി, എന്റെ പൊന്നു വാപ്പാ, ഇഫ്അൽ മാ തുമറൂ, അല്ലാഹ് എന്താണോ അങ്ങയോട് കൽപ്പിച്ചത് അതങ്ങ് പ്രവർത്തിച്ച് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകരിൽ ഉൾപ്പെടണേ എന്ന് മഹാനായ ഇസ്മായിൽ നബി തന്റെ പിതാവിനോട് പറയുകയാണ്. അങ്ങനെ അതാ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയും മിനാ താഴ്വരയിലേക്ക് നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു മനുഷ്യൻ വന്ന് പറയുന്നു, ഇബ്രാഹിമേ, എന്ത് ചെയ്യാനാണ് പോകുന്നത് ഇബ്രാഹിമേ? സ്വന്തം മകനെ അവസാന കാലഘട്ടത്തിൽ അവസാനം പ്രതീക്ഷയോട് കിട്ടിയ പൊന്നുമോനെ കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് എന്ന് ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയോട് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി പറയുകയാണ്, സ്വപ്നം കാണിച്ചു തന്നത് എന്റെ റബ്ബാണ്, അതിനെ എതിർത്ത് സംസാരിക്കുന്നത് നീ യഥാർത്ഥ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കി ഈ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാമെന്ന പിശാചാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുന്ന രംഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ജംറകളിൽ എറിയുന്ന ഹജ്ജ് കർമ്മമുണ്ടല്ലോ, ഹജ്ജ് കർമ്മങ്ങളിൽ ജംറയിൽ കല്ലേറുന്ന ഒരു പ്രവണതയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഇതിനെ സ്മരിച്ചുകൊണ്ടാണെന്ന് ചരിത്രകാരന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെ അതാ മഹാനായ ഇസ്മായിൽ നബിയെ തലയുടെ നെറ്റി തറയിൽ തട്ടുന്ന രീതിയിൽ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി മഹാനായ ഇസ്മായിൽ നബിയെ പൊന്നുവാപ്പയതാ കിടത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അവസാനമായി വീണ്ടും ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, പൊന്നുമോനെ, പൊന്നുമോനെ, എന്നെ കൊണ്ട് സാധിക്കുന്നില്ലടാ, നിന്റെ തലയൊന്നറുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല പൊന്നുമോനെ. ആ സമയത്ത് വാപ്പാക്ക് ഈ മാലികമായ ആവേശവും ധൈര്യവും നൽകിയത് ആരാ? 7 മുതൽ 13 വയസ്സ് പ്രായമുള്ള പൊന്നുമോന് ഇസ്മായിൽ നബിയാണ് വാപ്പയോട് പറയുന്നത്, വാപ്പാ, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അങ്ങ് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടവരാണ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ അങ്ങ് ധിക്കരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇസ്മായിൽ നബി അവസാനമായി എന്റെ വാപ്പയോട് ഞാനൊന്ന് ചോദിക്കട്ടെ വാപ്പാ എന്ന് മഹാനായ ഇസ്മായിൽ നബി വാപ്പയോട് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏത് വാപ്പയ്ക്കാ സഹിക്കാൻ കഴിയുക?
ഹൃദയം തകർന്നു പോകുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ ഇസ്മായിൽ നബി വാപ്പയോട് ചോദിക്കുന്നു, വാപ്പാ എന്റെ കൈകാലുകളൊന്ന് കെട്ടിയിടാൻ സാധിക്കുമോ വാപ്പാ? എന്റെ കൈകാലുകളൊന്ന് കെട്ടിയിട്ട് അള്ളാന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ അങ്ങേക്ക് സാധിക്കുമോ എന്ന് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരയുകയാണ് പ്രിയപ്പെട്ടവരെ. അവസാനം അതും കഴിഞ്ഞ് തന്റെ മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ വിളിക്കുകയാണ്. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ഖബീർ. അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിമും ഇസ്മായിലും അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളെ അനുസരിച്ചപ്പോഴതാ അള്ളാഹ് പറയുന്നു, അത്ര വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിമേ അങ്ങതാ എന്റെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബിയെ വിളിച്ച് പറയുകയാണ്. ഖദ് സദ്ദഖത റുയാ, ഇബ്രാഹിമേ എന്റെ സ്വപ്നം നീയതാ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. നീ നിന്റെ സ്വപ്നത്തിൽ കണ്ടത് എന്തോ അത് നീയതാ സത്യമാക്കിയിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നീ അതാ യഥാർത്ഥ സത്യവിശ്വാസികൾ പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. എന്നാലും ബലിയർപ്പിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് പറഞ്ഞ സ്വപ്നമല്ലേ, അല്ലാഹ് കാണിച്ചു തന്ന സ്വപ്നമല്ലേ, അതിനൊരു പരിഹാരം വേണ്ടേ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് യഥാ സ്വർഗത്തിൽ നിന്നും ഒരു ആടിനെ നൽകുകയാണ്. എന്നിട്ട് ഇബ്രാഹിമിനോട് പറയുന്നു, യാ ഇബ്രാഹിം എന്റെ സ്വപ്നത്തെ അതാ ഈ ആടിലൂടെ അങ്ങ് പൂർത്തീകരിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹ് കൽപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഹജ്ജ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഉലുഹിയ കർമ്മവുമായി ബന്ധപ്പെട്ട് മഹല്ലുകാർ മുഴുവനും സംഘടിപ്പിച്ചുകൊണ്ട് ഉലുഹിയ കർമ്മം നടത്തുമ്പോൾ അതിൽ ഭാഗവത്താക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. സമ്പത്ത് മാറ്റിവെച്ച് മറ്റുള്ളതിന് വേണ്ടി ചിലവഴിക്കുന്നവര്, സമ്പത്ത് മാറ്റിവെച്ച് ആഡംബരത്തിന് വേണ്ടി വിനോദത്തിന് വേണ്ടി ചിലവഴിക്കുന്നവര്, അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ സ്മരണകളാണ്, മഹാനായ ഇസ്മായിൽ നബിയുടെ ജീവിതത്തിന്റെ സ്മരണകളാണ്, ജീവിതത്തിന്റെ ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ ചരിത്രങ്ങൾ ഓരോ ദുൽഹിജ്ജ മാസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഓരോരുത്തരും പങ്കുചേർന്നുകൊണ്ട് അതിൽ നിന്നൊരു പങ്ക് തിന്നാതെ പങ്ക് കൊടുക്കുന്നതിന് വേണ്ടി ആർജവം കാണിക്കണേ പ്രിയപ്പെട്ടവരെ. 12,000-15,000 രൂപ മുതലുള്ള ഓരോ ഉലുഹിയയുടെ ഷെയറുകൾ നമ്മുടെ മുന്നിൽ പറയുമ്പോൾ അതിൽ നിന്നൊന്നും മാറി നിൽക്കല്ലേ വാപ്പാ. ഈ ഉലുഹിയ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടേണ്ട നിമിഷങ്ങളാണ്. ഈ ഉലുഹിയ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫാത്തിമ ഉലുഹിയ കർമ്മമുണ്ടല്ലോ, ആ ഉലുഹിയ കർമ്മത്തിൽ നീ പങ്കുചേരുമ്പോൾ അതിന്റെ അടുത്ത് നിന്റെ സാന്നിധ്യം ഉണ്ടാകണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഞാൻ ഇന്ന ഷെയർ കൊടുത്തു, ഞാൻ ഇന്ന മാടിന്റെ അല്ലെങ്കിൽ ഇന്ന മൃഗത്തിന്റെ അതിലൊരു ഷെയർ ഞാൻ കൊടുത്തു എന്ന് പൊങ്ങച്ചം നടിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവേ, ഈ ബലി നിന്റെ മാർഗത്തിലാണ്, നിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ജീവിത ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ ഒരു വിഹിതം, ഒരു സ്മരണയിൽ ഒരു പങ്ക് ഞാനും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സറിഞ്ഞ് നിയ്യത്ത് ചെയ്യുക പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉലുഹിയയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ബലിമൃഗം നിങ്ങൾ വാങ്ങണം. ഉലുഹിയ കൊടുക്കാൻ
ആഗ്രഹിച്ചിരിക്കുന്ന, നിയത്ത് ചെയ്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നു, ദുൽഹിജ്ജ മാസത്തിന്റെ ആരംഭമായാൽ അതിൽ ഉളുഹിയ കൊടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫലാ യമസ്സു മിൻ ശഅരിഹി വ ബശരിഹി ശൈആ, മുടിയിൽ നിന്നോ നഖത്തിൽ നിന്നോ ഒന്നും നീക്കിക്കളയാൻ പാടില്ല. അതായത് ഉളുഹിയയ്ക്ക് ഷെയർ കൊടുത്തിട്ടുള്ളവർ ദുൽഹിജ്ജ മാസത്തിന്റെ പിറ കാണുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ശുദ്ധിയായി വൃത്തിയായി ദാടി രോമങ്ങളും മുടികളും മുറിക്കാനുള്ളവർ അങ്ങനെ ചെയ്ത്, നഖം വെട്ടാനുള്ളവർ അത് വെട്ടി വൃത്തിയുള്ളവരായി ശുദ്ധിയുള്ളവരായി അതിലേക്ക് നിങ്ങൾ കടക്കണം. പക്ഷേ നിങ്ങൾ അങ്ങനെ എങ്ങാനും അതിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ആ ഒരു 10 ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ താടി രോമം വെട്ടാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇഖ്ലാസാണ് ആവശ്യം. ചെയ്യുന്ന കാര്യങ്ങൾ ഇഖ്ലാസോടുകൂടി എൻ്റെ റബ്ബിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അങ്ങനെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഓരോ അമലുകളും ചെയ്യുക. നിസ്കാരമുള്ള മാസമാണ്, പരിശുദ്ധമായ ഹജ്ജുള്ള മാസമാണ്, ദാനങ്ങൾ ചെയ്യേണ്ട മാസമാണ്, അതിലുപരി പരിശുദ്ധ അറഫ നോമ്പുള്ള ഒരു മാസമാണ്. 4 അമലുകൾ ഒത്തുകൂടിയ ഒരു സുന്ദരമായ മഹത്വമുള്ള മാസമാണ് ദുൽഹിജ്ജ മാസം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ആ ഒരു സൂറത്തിന്റെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 രാത്രികളെയും 10 പകലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു എന്നത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. അത്രത്തോളം മഹത്വമുള്ള മാസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമക്കൾക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഒരാളെയും പ്രയാസപ്പെടാതെ നിരാശപ്പെടാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടു കൂടി ആ തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2-3 മിനിറ്റ് അങ്ങ് കൂടിപ്പോയാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ദീനിന് വേണ്ടിയല്ലേ കാര്യങ്ങൾ പറയുന്നു. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എഴുത്തിലൂടെയാണെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടതും കേട്ടതുമാണ്. നമ്മുടെ പ്രവാചകൻ അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ലാണോ? മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രവാചകനാണോ? അങ്ങനെയാണോ എൻ്റെ മുസ്ലിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ അല്ലാഹു റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറയൂല. ലോക ജനതകൾക്ക് കാരുണ്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചത്. പ്രവാചകൻ എന്ന് പറയുന്നത് ലോക മനുഷ്യരുടെ പ്രവാചകനാണ്. റസൂൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഈ മുസ്ലിം നാമവും ഈ വേഷം ധരിച്ചിരിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളുടെ മാത്രം പ്രവാചകനല്ല, ലോക മനുഷ്യരുടെയും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ചലിക്കുന്നതും ചലിക്കപ്പെടാത്തതുമായ ഈ ലോകത്തിന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ചതാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ കാലഘട്ടത്തിലെ ലിബറലിസവും മറ്റും യുക്തിവാദ ചിന്തകളുമെല്ലാം പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ വേണം, ഇതിലുള്ള പരിപാടികൾ നമുക്ക് വേണം. ഏത് സംഘടന നടത്തിയാലും സംഘടിതമായി ചെയ്യുന്നതിന് അതിൽ ബറക്കത്തുണ്ടാകും. കാരണം നന്മ പറയലും അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്തെല്ലാമാണ് നമ്മൾ പറഞ്ഞത് അത് പൂർണ്ണമായും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രോഗികളുടെ രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ നിലയിലുള്ളവർ മറ്റുള്ളവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് ദീനിന്റെ പേരിൽ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
الصالحين يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله على محمد. الله أكبر. എടുപ്പേ ഉള്ളൂ.